അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അതിമനോഹരമായ ഒരു വാസ്തുവിദ്യ മാസ്റ്റർപീസും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രതീകവുമാണ്. അതിശയകരമായ വെളുത്ത മാർബിൾ താഴികക്കുടങ്ങളും മിനാരങ്ങളും സങ്കീർണമായ ഇസ്ലാമിക രൂപകൽപ്പനകളും ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. മസ്ജിദിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയും. ഒപ്പം പ്രാർത്ഥനാ ഹാളുകൾ, നടുമുറ്റങ്ങൾ, മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂന്തോട്ടങ്ങൾ തുടങ്ങിയവയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 20 കാഴ്ചകളുടെ പട്ടികയിൽ അബുദാബിയിലെ ഈ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കും ഇടം പിടിച്ചു. ആഗോളാടിസ്ഥാനത്തിൽ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് 8ാം സ്ഥാനത്താണെന്നാണ് രേഖകൾ പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കാണ് ഒന്നാമത്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഈ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. യുഎഇയിലെ ഇഷ്ടവിനോദ സഞ്ചാര കേന്ദ്രമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ ട്രാൻസിറ്റ് വിമാനങ്ങളിൽ എത്തുന്നവർക്കും കുറഞ്ഞ സമയത്തിനകം പള്ളി സന്ദർശിക്കുവാൻ സാധിക്കും. ഇങ്ങനെ എത്തുന്നവർക്ക് വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ മസ്ജിദിൻ്റെ രാത്രി ഭംഗി ഏറെ ആസ്വദിക്കാം. മതസൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണമായ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ചരിത്രവും മനോഹാരിതയും ഇതിനകം നേരിട്ട് ആസ്വദിച്ചത് ജാതിമത ഭേദമന്യേ ശതകോടി ആളുകളാണ്. സഹിഷ്ണുത, സഹവർത്തിത്വം, സാംസ്കാരികം, ഇസ്ലാമിക, അറബ് പൈതൃകങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രമെന്ന നിലയിൽ മോസ്കിൻ്റെ പ്രാധാന്യം മേറി വരികയാണ്. ഇസ്ലാമിക വാസ്തുശില്പകല സമ്മേളിക്കുന്ന ഈ പള്ളി വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. യുഎഇയുടെ പ്രഥമ പ്രസിഡന്റ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ നാമത്തിലാണ് മസ്ജിദ് അറിയപ്പെടുന്നത്. പള്ളിയുടെ ചരിത്ര പശ്ചാത്തലവും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും സന്ദർശകർക്ക് വിശദീകരിക്കുന്ന പ്രത്യേക സെക്ഷനുകളുമുണ്ട്. 1100 ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ മസ്ജിദിൻ്റെ വിശേഷണങ്ങൾ എത്തിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കാർപ്പറ്റ്, ഏറ്റവും വലിയ തൂക്കുവിളക്ക് എന്നിവയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടക്കം ഒട്ടേറെ അവാർഡുകളും നേടിയിട്ടുണ്ട്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ആഗോള കത്തോലിക്ക സഭാ മേധാവി ഫ്രാൻസിസ് മാർപ്പാപ്പ, ഈജിപ്തിലെ അൽ അസ്ഗർ ഗ്രാൻഡ് ഇമാം ഡോക്ടർ അഹമ്മദ് അൽ തയ്യിബ്, ചാൾസ് രാജാവ് തുടങ്ങി ഒട്ടേറെ പ്രമുഖരും രാഷ്ട്രത്തലവന്മാരും ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ട്. 12 വർഷം നീണ്ട നിർമ്മാണം, 4 ഫുട്ബോൾ ഗ്രൗണ്ടുകളോളം വലിപ്പം, കാണേണ്ടത് തന്നെയാണ് ഗ്രാൻഡ് മോസ്ക്. അബുദാബിയിലെ സഞ്ചാരികളെ കൊണ്ടുവരുന്നതിൽ ഗ്രാൻഡ് മോസ്ക് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. നഗരമധ്യത്തിൽ തന്നെയാണ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ദൃശ്യഭംഗി കാട്ടുന്നുണ്ട്. മുസ്ലിം പള്ളികളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള പള്ളികളിലൊന്നാണ് ഗ്രാൻഡ് മോസ്ക്. ആകെ വിസ്തീർണം കണക്കാക്കിയാൽ 22,412 ചതുരശ്ര മീറ്റർ വരും. ഏതാണ്ട് 4 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ചേർത്ത് വച്ചാലുണ്ടാകുന്ന വലിപ്പം. 40,000 പേർക്ക് പ്രാർത്ഥന നടത്താവുന്ന സൗകര്യം ഗ്രാൻഡ് മോസ്കിലുണ്ട്. ഏക്കർ കണക്കിന് വിശാലമായ പാർക്കിങ്ങിനുള്ള സൗകര്യവും സജ്ജീകരിച്ചിരിക്കുന്നു. വിശ്വാസികൾ ഒഴുകിയെത്തുന്ന പ്രാർത്ഥനകളുടെ ലോകം തന്നെയാണെന്ന് പറയാം. 1995-ലാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. 12 വർഷം നീണ്ടു നിന്നു നിർമ്മാണം പൂർത്തിയാകാൻ. 2007-ലാണ് നമ്മളിപ്പോൾ കാണുന്ന മോസ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. $545 മില്യൺ ആണ് മൊത്തം നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത്. ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ പ്രത്യേക ടിക്കറ്റൊന്നും എടുക്കേണ്ടതില്ല. പ്രവേശനം സൗജന്യമാണ്. ഗ്രാൻഡ് മോസ്കിൻ്റെ മുൻവശം ഉദ്യാനം കണക്കെ സജ്ജീകരിച്ചിരിക്കുന്നു. വ്യത്യസ്ത ഗേറ്റുകളിലൂടെ അകത്തേക്കുള്ള വഴിയൊരുക്കിയിരിക്കുന്നു. പ്രധാന കവാടം ഗ്ലാസിൽ തീർത്ത ഒരു ഗ്ലോബാണ്. അതിലൂടെ അകത്ത് കടക്കുമ്പോൾ ഒരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ പ്രത്യേകം ടൂറിസ്റ്റുകൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവരവർ തന്നെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ തന്നെ ഒരു QR കോഡ് കിട്ടും. അതുമായി വേണം മസ്ജിദിലേക്ക് പോകാൻ. ഒരു വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി പോലെയാണ്. ഇടയ്ക്കൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ QR കോഡ് മൊബൈലിൽ കാണിക്കണം. അത്രയ്ക്ക് സെക്യൂരിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. കിലോമീറ്ററുകളോളം ഭൂഗർഭ ഇടനാഴികളിലൂടെ സഞ്ചരിക്കണം. ഒരു പ്രത്യേകത, ഈ ഇടനാഴികയിലൂടെ അധികം നടക്കണ്ട. ഒന്നിടവിട്ട് എസ്കവലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടനാഴിയിൽ ധാരാളം ഷോപ്പിംഗ് നടത്താം. മസ്ജിദിനുള്ളിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഷോപ്പിങ്ങിനുള്ള സൗകര്യമുണ്ട്. നല്ല ഫുഡ് കോർട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രാൻഡ് ഫുഡ് ലഭിക്കും. അതായത് KFC മുതൽ കോസ്റ്റ കോഫി വരെയുള്ള ബ്രാൻഡുകൾ ലഭിക്കും. ത്തേക്ക് കയറി എസ്കലേറ്ററിൽ കയറിയാൽ മുകളിലത്തെ വിസ്മയത്തിലേക്കാണ് കണ്ണുകൾ പോവുക. ക്രിസ്റ്റൽ ഗ്ലാസിൽ തീർത്തിരിക്കുന്ന മകുടം അത്ഭുതങ്ങളുടെ മേൽക്കൂര തീർക്കുന്നു.
ഗ്രാനൈറ്റും മാർബിളും ചേർന്നൊരുക്കുന്ന വെട്ടിത്തിളങ്ങുന്ന കാഴ്ചകൾ. മുന്നിലെ ഇടനാഴികളിലൊന്നിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ പ്രാധാന്യം തെളിയുന്ന ചിത്രങ്ങൾ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 2010 ഫ്രാൻസിസ് മാർപ്പാപ്പ മോസ്ക് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഗ്രാൻഡ് മോസ്ക് പകരുന്നത്. മോസ്കിനകത്ത് യാത്രകൾക്കായി ഇലക്ട്രിക് വാഹനങ്ങളുമുണ്ട്. അസ്തമയ സൂര്യൻ്റെ വെളിച്ചത്തിൽ വേറൊരു സൗന്ദര്യമാണ് ഗ്രാൻഡ് മോസ്കിന്. അതുകൊണ്ട് തന്നെ മോസ്ക് കാണാൻ ഈ സമയം തിരഞ്ഞെടുത്താൽ വളരെ നല്ലത്. പകൽ വിടവാങ്ങുന്ന വൈകുന്നേരത്തിനൊടുവിൽ രാത്രി എത്തും. അപ്പോഴത്തെ കാഴ്ച കാണേണ്ടത് തന്നെ. വിവിധ വലിപ്പത്തിലുള്ള 82 മകുടങ്ങളാണ് ഗ്രാൻഡ് മോസ്കിലുള്ളത്. ആയിരക്കണക്കിന് തൂണുകൾ മോസ്കിൻ്റെ പല മേഖലകളിലായി കാണാം. 4 മിനാരങ്ങളും മോസ്കിൻ്റെ പ്രൗഢി കൂട്ടുന്നു. ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും കാഴ്ചകൾ മാറുന്നതുപോലെ തോന്നും. ഫൗണ്ടനുകളും മറ്റുമായി ഗ്രാൻഡ് മോസ്കിന് ചുറ്റും കാഴ്ചകൾ നിറയുകയാണ്. മോസ്കിന് മുന്നിൽ വലിയൊരു തടാകം തന്നെ ഒരുക്കിയിരിക്കുന്നു. മാർബിൾ കുളത്തിൽ തെളിമയുള്ള ജലം നിറയുന്നു. എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വെളുപ്പാണ് മോസ്കിൻ്റെ മറ്റൊരു പ്രത്യേകത. മാർബിൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ മുഖ്യ പങ്കും. മുഗൾ മോറിഷ് വാസ്തുകലയുടെ രീതിയിലാണ് നിർമ്മാണം. തറയിൽ വിരിച്ചിരിക്കുന്ന ഇറാനിയൽ ഡിസൈനർ അലി ഖലീഖി രൂപകൽപ്പന ചെയ്ത കാർപ്പറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരവതാനിയാണ്. ഇസ്ലാമിക സംസ്കാരം, അതിൻ്റെ ശാസ്ത്രങ്ങൾ, കലകൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള നിർമ്മാണമാണ്. സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. സന്ദർശകർക്ക് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിലും മസ്ജിദ് പരിസരത്ത് ചെലവഴിക്കാം. സന്ദർശകരിൽ 81% പേർ വിദേശ ടൂറിസ്റ്റുകളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സന്ദർശകരിൽ വിവിധ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, വിദേശകാര്യ മന്ത്രിമാർ, സ്ഥാനപതിമാർ, കോൺസൽമാർ, പാർലമെൻറ്റ് സ്പീക്കർ തുടങ്ങി VIP-കളുടെ നിര തന്നെ ഉൾപ്പെടുന്നു. അബുദാബിയിൽ വരുന്നവർ ഇത് കാണാതെ പോകുന്നത് ഒരു നഷ്ടം തന്നെയാണ്.